ഓൾ ഇന്ത്യ ലെവലിൽ ബോഡി ബിൽഡർ എന്ന അംഗീകാരവും മിസ് ട്രിവാൻഡ്രമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നടിയും അവതാരകയും ഫിറ്റ്നസ് ട്രെയിനറും എല്ലാമാണ് ശ്രിയ അയ്യർ. സോഷ്യൽ മീഡിയ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് താരം. മരണത്തിന്റെ വക്കിൽ വരെ എത്തിയ ജീവിതം നിശ്ചയദാർഢ്യം കൊണ്ട് തിരികെ പിടിച്ച ശ്രിയ ഇന്ന് പലർക്കും പ്രചോദനമാണ്. ആദ്യ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമാണ് ഒരു സമയത്ത് ശ്രിയയെ തളർത്തിയിരുന്നത്. അന്നത്തെ അനുഭവങ്ങളാണ് ഇന്ന് കാണുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രിയയെ സഹായിച്ചത്. 3 വർഷം മുമ്പ് തന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ കണ്ടെത്തി താരം വിവാഹം ചെയ്തു. ഇപ്പോഴിതാ ബോഡി ബിൽഡിംഗിലേക്ക് തന്നെ നയിച്ച കാരണങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം. ദ ജേണൽ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. എന്റെ ജേണി കാണുമ്പോൾ എല്ലാവർക്കും എളുപ്പമായി തോന്നും. എന്നാൽ അങ്ങനെയല്ല, വളരെ ബുദ്ധിമുട്ടേറിയതാണ്. പെണ്ണായി ജനിച്ചുവെന്ന ലിമിറ്റേഷനായിരുന്നു ആദ്യം എന്റെ യാത്ര പ്രയാസകരമാക്കിയത്. ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞപ്പോൾ പ്യൂർ വെജിറ്റേറിയനായി എന്നതും പ്രശ്നമായി. ഫിറ്റ്നസിന് വേണ്ടി ഭക്ഷണം മുതൽ എല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്തു. മെന്റലി ഡൗൺ ആകുന്ന ഘട്ടവും എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും കമന്റുകൾ കണ്ട് സെൻസിറ്റീവ് ആകാറുണ്ട്. 2-3 ദിവസം വരെ മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ആണുങ്ങളുടെ മേഖലയാണ് ബോഡി ബിൽഡിംഗ് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് വിമർശനം വന്നു. അംഗീകരിക്കാൻ ആരും മനസ്സ് കാണിക്കാറില്ലായിരുന്നു. ഞാൻ ബോഡി ബിൽഡിംഗ് തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയും ആക്റ്റീവ് ആയിരുന്നില്ല. കൊറോണ ടൈമിൽ ഫ്രീ ഫിറ്റ്നസ് അടക്കമുള്ള പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അപ്പോൾ മുതലാണ് ആളുകൾ എന്നെ മനസ്സിലാക്കി തുടങ്ങിയതും എന്നെ അംഗീകരിച്ചു തുടങ്ങിയതും ഫെയിം വന്നു തുടങ്ങിയതും. കൊറോണ എല്ലാവർക്കും നഷ്ടങ്ങൾ സമ്മാനിച്ചപ്പോൾ ആ കാലഘട്ടം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് ആളുകളെ ഫിറ്റ്നസ് പരിശീലിപ്പിക്കാൻ എനിക്ക് ഇന്ന് കഴിയുന്നു. എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിച്ചെടുക്കാനും തുടങ്ങി. 1.5 വർഷം മുമ്പാണ് ജിം തുടങ്ങിയത്. എല്ലാം ഇപ്പോൾ നന്നായി നടന്നു പോകുന്നു. വീണുപോയപ്പോൾ എന്നും സപ്പോർട്ട് ചെയ്തത് മാതാപിതാക്കളാണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് നല്ലൊരു വീഴ്ച സംഭവിച്ചിരുന്നു. അന്ന് ആത്മഹത്യാ ശ്രമം വരെ നടത്തി. അമ്മയുടെ വാക്കുകളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരണയായത്. ഒരു റിലേഷൻഷിപ്പിൽ നിന്നതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. നാട്ടുകാരുടെ കുത്തുവാക്കുകളെയായിരുന്നു അന്ന് ഞാൻ ഏറെയും ഭയന്നിരുന്നത്. എന്റേത് റിസ്കി റിലേഷൻഷിപ്പ് ആയിരുന്നു. ചത്തവരെ വീണ്ടും വീണ്ടും കൊല്ലുന്നത് പോലെയായിരുന്നു നാട്ടുകാരുടെ പെരുമാറ്റം. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിന് നാട്ടുകാരെ നോക്കി ജീവിക്കണമെന്ന്. റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. അന്നൊന്നും ആരും ഒരു 5 രൂപ പോലും തന്ന് സഹായിച്ചിട്ടില്ല. പിന്നെ ഞാൻ നാട്ടുകാരുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ. കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് സഹായിച്ചത്. ഞാൻ നശിച്ചാലും ജീവിച്ചാലും ആളുകൾ അവർക്ക് പറയാനുള്ളത് പറയും. എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിലും സ്ട്രോങ് ആയി ജീവിക്കണമെന്നാണ് എനിക്ക്. എടുത്തുചാടി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുതെന്നാണ്. പാഷനെയും പ്രൊഫഷനെയും നിയന്ത്രിക്കുന്ന ആളാകരുത് പങ്കാളി. ഞാൻ വലുത് നീ വലുത് എന്നൊന്ന് ഉണ്ടാകരുത്. പരസ്പര ബഹുമാനം, കമ്മ്യൂണിക്കേഷൻ എല്ലാം വേണമെന്നും ശ്രിയ പറയുന്നു.